ജിഷയുടെ അമ്മയ്ക്ക് ഇനി ഒറ്റമുറി വീട്ടിലേക്ക് പോകേണ്ടി വരില്ലെന്ന് എറണാകുളം ജില്ലാ കളക്ടർ രാജമാണിക്യം പറഞ്ഞു. നമ്മൾ 2014-15 തന്നെ സ്പെഷ്യൽ സ്കീമിൽ ബിക്കോസ് അവർ എൻ്റെ അടുത്ത് വന്നായിരുന്നു 2014-15 തന്നെ അമ്മയും മോളും വന്നപ്പോൾ അവരുടെ അവസ്ഥ കണക്കിലെടുത്ത് അന്ന് തന്നെ ഒരു സ്പെഷ്യൽ സ്കീമിൽ നമ്മൾ SC ഡിപ്പാർട്ട്മെൻറ്റ് വഴിക്ക് ലാൻഡ് പർച്ചേസ് ചെയ്ത് കൊടുത്ത് മുടക്കുള്ള പഞ്ചായത്തിൽ 5 സെൻറ്റ് വാങ്ങിച്ച് ഇപ്രാവശ്യം 3 ലക്ഷം രൂപ വീട് പണിയാനും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളും തെറ്റായിട്ടാണ് ഒരു പ്രചരിപ്പിക്കുന്നത്, അതായത് ഒറ്റമുറി വീട്ടിൽ അവർ കൊണ്ടില്ല എന്നുള്ളത്. പക്ഷേ അത് വീട് കൺസ്ട്രക്ഷൻ നടന്നു വരികയാണ്. ബിക്കോസ് 2016 നമ്മൾ പൈസ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ആ വീട് പൂർത്തീകരിച്ചിട്ടില്ലല്ലോ സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആശുപത്രിയിൽ നിന്ന് പോയാൽ സ്വാഭാവികമായിട്ട് ഈ ഒറ്റമുറി വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരില്ല. ഇല്ല, നമ്മൾ അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഇതും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ അവർക്ക് ഗവൺമെൻറ് അനുവദിക്കുന്നത് 3 ലക്ഷം രൂപയാണ് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി അവരെ കൊണ്ട് ഇനി അത് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ഇഷ്ടംപോലെ കുറേ ആൾക്കാർ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഗവൺമെൻറ്റും ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അതാണ്, അതായത് എല്ലാ സഹായങ്ങളും പൂൾ ചെയ്യാനായിട്ട് ഏകോപിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഡിസ്ട്രിക്ട് കളക്ടർ പേരിലെയും അതുപോലെ രാജേശ്വരി അമ്മയുടെ പേരിലെയും ഒരു ജോയിൻ്റ് അക്കൗണ്ട് പെരുമ്പാവൂർ SBയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ അവർ അമ്മയുടെ തന്നെ പറഞ്ഞ ആൾക്കാരെല്ലാം ഇത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ അവർ ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ അതിന് മുന്നേ പോകുന്നതിന് മുന്നേ വീട് നമുക്ക് ഒരിക്കലും 10 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റില്ല. പക്ഷേ അത്രയും പെട്ടെന്ന് അപ്പോൾ അതിന് മുന്നേ നമ്മൾ വേറെ എന്തെങ്കിലും സംവിധാനം നടത്താനായിട്ട് അമ്മയോട് സംസാരിച്ചിട്ട് സംവിധാനം നടത്താനായിട്ട് ആലോചിക്കുന്നുണ്ട്. അതായത് ഈ ഒറ്റമുറി വീട്ടിലേക്ക് പോകേണ്ടി വരില്ല, പകരം സുരക്ഷിതമായ മറ്റേതെങ്കിലും സ്ഥലത്തേക്കായിരിക്കും അമ്മ പോകുന്നത്. അങ്ങനെയാണ് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 10 ദിവസം കൊണ്ട് വീട് പൂർത്തീകരിക്കാൻ പറ്റില്ല, വീട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവർക്ക് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതെല്ലാം അമ്മയുടെ കൺസെൻറ്റോട് കൂടിയായിരിക്കും. ബിക്കോസ് അവർക്ക് എവിടെ പോകണമെന്നതനുസരിച്ചായിരിക്കും. അത് അവരോട് സംസാരിച്ചിട്ട് നമുക്ക് ചെയ്യാം സാർ. അതേപോലെ തന്നെ പ്രതിയെ പിടിക്കാൻ പോലീസ് അന്വേഷണം വൈകുന്നുണ്ട്. ജില്ലാ കളക്ടർ എന്നുള്ള നിലയിൽ അങ്ങയുടെ നിർദ്ദേശം എന്തായിരിക്കും? ഇല്ല, അതായത് പോലീസ് ADGP IG SP എല്ലാവരും സെപ്പറേറ്റ് ടീമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ പരമാവധി 24 hours അവർ അന്ന് സംഭവം നടന്നത് തൊട്ട് അവരും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പോലീസുടെ ഭാഗത്തിൽ ശക്തമായ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ മാനസികാവസ്ഥ ദിവസവും ആളുകൾ ഇങ്ങനെ വന്ന് കാണാൻ നിർത്തി അമ്മയുടെ മാനസികാവസ്ഥ മാറുന്നു, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് അവർ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു ട്രോമറ്റൈസ്ഡ് ഒരു പേഷ്യൻ്റ് തന്നെയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നത്, അവർ വന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് അവർ കരയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഹെൽത്തിന് ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. അത് വരുന്ന ആൾക്കാർക്കാണ് മനസ്സിലാവണം. എന്തായാലും നമ്മൾ റെസ്ട്രിക്ഷൻ വച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ വയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് എല്ലാവരും വന്ന് കയറുമ്പോൾ അവർ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോലീസോട് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യമുള്ള ആൾക്കാരെ മാത്രം കയറ്റി വിടുകാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആയാലും ജില്ലാ ഭരണകൂടമായാലും മുഴുവൻ അവരുടെ എല്ലാ സഹായം അതുപോലെ തന്നെ അവർക്കുള്ള ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള സുരക്ഷിതവും നമ്മൾ ഉറപ്പാക്കുന്നുള്ളതാണ്. മെച്ചപ്പെട്ട ചികിത്സയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ നമുക്ക് ഇൻഫാക്റ്റ് അവർക്ക് നമ്മൾ പറഞ്ഞായിരുന്നു വേറെ എവിടെയും നല്ല ചികിത്സിക്കാനെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇവിടെ ഇരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഡോക്ടറുമായിട്ട് സൂപ്രണ്ടുമായിട്ട് ആലോചിക്കുന്നുണ്ട്. ചില സ്പെഷ്യലിസ്റ്റ് ഫെസിലിറ്റീസ് ഈ ഹോസ്പിറ്റലിൽ ഇല്ലാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് DMO ഇന്നലെ രാത്രി ഒരു സ്പെഷ്യലിസ്റ്റ് അയച്ച് പരിശോധിച്ചായിരുന്നു. അതൊരു റിപ്പോർട്ട് കിട്ടിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്പെഷ്യലിസ്റ്റ് ചികിത്സ വേണമെങ്കിൽ എവിടെ കൊടുക്കണോ അവിടെ കൊടുക്കുക. പക്ഷേ അവർക്കുള്ള ചികിത്സയോ അവർക്കുള്ള ധനസഹായമോ അല്ല, അവർക്കുള്ള സുരക്ഷിതമോ അതുകൊണ്ടും ഇപ്പോൾ യാതൊരു പ്രശ്നമുള്ള ഉറപ്പായിട്ടും നമ്മൾ ജില്ലാ ഭരണകൂടം എല്ലാ ശ്രമവും നടത്തുകയാണ്.